എനിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യാനായിട്ട് പറയാനുള്ളതും എനിക്ക് ഭയങ്കര, അതായത് നമ്മൾ പലരും വിളിക്കുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ഒരുപാട്. അടുത്തത് ഞങ്ങളുടെ അതേപോലെ ഞങ്ങളുടെ ടീമിലെ എല്ലാം മിസ്റ്റർ അഖിൽ, ഇവര് രണ്ടുപേരും എനിക്ക് ഇന്നത്തെ റൈഡ് ഫ്ലാഗ് ഓഫ് ചെയ്യണം. അതൊരു ഭയങ്കര ഒരു വലിയ മൂവ്മെൻ്റായിട്ട് ഞാൻ കരുതുന്നു. കാര്യം 2017 ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് 2089 ഫാദർ തുടങ്ങി, 89 ഞാൻ ജോയിൻ ചെയ്തു. എൻ്റെ ടീമും നമ്മൾ ഇതേപോലെ കുറച്ച് ഹൈ എൻഡ് ബിസിനസ് സൈക്കിൾ വിൽക്കാനും റൈഡ്സ് ചെയ്യാനും VRMs ചെയ്യാനും ഒക്കെ ഞങ്ങൾ പ്രാപ്തരായതും അല്ലെങ്കിൽ ടീമായതും ഈ അഖിലും ഷിനാജും എൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ ഒപ്പം ചേർന്നപ്പോഴാണ് ഇതിനെല്ലാം ഒരു മോട്ടിവേഷനും ഒരു സ്റ്റെപ്പ് അഹെഡ് എന്ന് പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് ഇതിനോട്ട് മുന്നോട്ട് വരാൻ പറ്റും. അതേപോലെ തന്നെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പണ്ട് തൊട്ട് BRM വരുമ്പോഴും ഇരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും, അതായത് ഷിനാജും അഖിലും രണ്ടുപേരും 2017 SR ആയവരാണ്. രണ്ടുപേരും 2017 SR ആയവരാണ്. 22 ദിവസം കൊണ്ട് 2018 ഷിനാജ് കോയമ്പത്തൂർ പോയിട്ട് 22 ഡേയ്സിൽ SR ആയിട്ടുണ്ട്. അത് എല്ലാവരും 1400 കിലോമീറ്റർ എല്ലാവരും, അതും 6 സ്റ്റേറ്റ്സ് കവർ ചെയ്ത എല്ലാവരുമാണ്. അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് 1400 എല്ലാവരും ആയിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഷിനാജ്. അത് 6 സ്റ്റേറ്റ് ആണ് പോയത്, സ്റ്റാർട്ടിങ് ഫ്രോം നോയിഡ ടു ഡൽഹൌസി. അത് കഴിഞ്ഞാൽ ആദ്യത്തെ 1200 കേരളത്തിലുണ്ടായിരുന്ന ആദ്യത്തെ 1200 കിലോമീറ്റർ സക്സസ്ഫുള്ളി, അതും വളരെ ഫാസ്റ്റ് ആയിട്ട് തീർത്തു. കൊച്ചി, ബാംഗ്ലൂർ, കൊച്ചി സക്സസ്ഫുൾ ആയിട്ട് പെട്ടെന്ന് തീർത്തു. അത് ഭയങ്കര ഫാസ്റ്റ് ടൈമിൽ തീർത്താണ് ഷിനാജ്. അപ്പം ഞാൻ പറയുന്നത് ഈ ഞങ്ങൾ ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ ഇതെല്ലാം ടീമാണ്. അതേപോലെ തന്നെ അതിൽ വന്നു 2019 1200 കിലോമീറ്റർ. എനിക്ക് ഒരു കാര്യം ഓർമ്മയുള്ളത്, ഈ പ്രാക്ടീസ് ഒന്നുമില്ല, കുറേ നാളത്തെ കച്ചവടം കടയായിട്ടൊക്കെ നിൽക്കുക. അപ്പോൾ ഒരു ദിവസം രാവിലെ എന്നെ വിളിക്കാം, മനോജേട്ടാ ഇന്ന് 1200 കിലോമീറ്റർ ഉണ്ട്, ഞാൻ ഇന്ന് പോകാൻ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഉച്ച രാവിലെ പറഞ്ഞു സൈക്കിൾ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. വണ്ടി ഞാൻ കൊടുന്ന് വെച്ചു. ഒരു പ്രാക്ടീസ് ഒന്നുമില്ല. 2-3 മണിക്കായിരുന്നു ഫ്ലാഗ് ഓഫ്. കടയിൽ വന്ന് 2:30 മണിക്ക് സൈക്കിൾ എടുത്താണ് നേരെ ബൈക്ക് ഭ്രാന്തായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഷിനാജ്. സൈക്ലിങ്ങിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും എവിടെ പോയി നിന്നാലും എത്ര നേരം വേണമെങ്കിലും സൈക്കിളിനെ കുറിച്ച് സംസാരിക്കാൻ പുള്ളി റെഡിയാണ്. അതൊക്കെ നമുക്കൊരു വലിയ ബാധ്യതയായിട്ട് ഞാൻ കരുതുന്നു. ശരിയല്ലേ? എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു സൈക്കിൾ വാങ്ങിച്ച ആളുകളാണ്. അപ്പൊ ജ്യോതിഷ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ജ്യോതിഷ് ഞാൻ എടുക്കുകയാണ്. ജ്യോതിഷ് ഇപ്പൊ ഏകദേശം 33,000 കിലോമീറ്റർ അല്ലേ? 34,000 കിലോമീറ്റർ ചവിട്ടിയ ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് 10 കിലോമീറ്റർ പോലും ചവിട്ടാൻ പ്രാപ്തി ഇല്ലാതെയാണ് പലരും നമ്മുടെ സ്റ്റോറിലെത്തിയത്, അല്ലെങ്കിൽ സൈക്കിൾ എടുക്കാൻ വേണ്ടി വന്നത്. അവിടുന്ന് നമ്മൾ 10 ചവിട്ടി, 20 ചവിട്ടി, 30 ചവിട്ടി, 50 ചവിട്ടി, ഇന്നൊരു 200 അല്ലെങ്കിൽ 300 കിലോമീറ്റർ വരെ ഒരു ദിവസം ഒരു സിംഗിൾ ഡേ ചവിട്ടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളായി. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൊളീഗ്സ്, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരും ആയിക്കോട്ടെ, അവരൊക്കെ ഇതുപോലെ ചെറിയ രീതിയിൽ നിങ്ങൾ സൈക്കിൾ ചവിട്ടണ കണ്ട് നിങ്ങളുടെ ഒപ്പം സൈക്കിൾ ചവിട്ടാൻ വരുമ്പോൾ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, നല്ല അഡ്വൈസ് കൊടുത്ത് നല്ല സൈക്കിൾ അവർക്ക് ഇത് ചെയ്യുക. അത് കൂടാതെ അവരെ പതുക്കെ അവരെ കൈപിടിച്ച് ഈ നമ്മളുടെ ഈ സൈക്ലിംഗ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ സുഖവും ഈ സമാധാനവും ഈ സന്തോഷവും അവർക്കൂടെ കൊടുക്കുക എന്നാണ് എനിക്ക് പറയുന്നത്.